എല്ലാ മതങ്ങളും ഒരുപോലെയോ? ഭാഗം 2. ക്രിസ്തുമതം ഹിന്ദുമതത്തോടെ ഏറ്റുമുട്ടിയപ്പോൾ അത് പൊട്ടക്കുളത്തിലെ മാക്രികൾ മാത്രമാണ് എന്നവർക്ക് മനസ്സിലായി. അതിൻ്റെ ഫലമായി അവർ അഹോരാത്രം പണിയെടുത്ത് ക്രിസ്തുമതത്തിന് ഒരു താത്വിക അടിത്തറ ഉണ്ടാക്കുവാൻ ശ്രമിച്ചു. അതിൻ്റെ പരിണാമമാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന തത്വം. അത് എത്ര അപഹാസ്യമാണെന്ന് അവർ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. പക്ഷേ ഒരു വിജയമാണെന്ന് ഇന്നും അവർ കരുതുന്നില്ല. അതുകൊണ്ട് അവർ മറ്റൊരു പരാക്രമം ചെയ്തു. അവർ ഭാരതീയ ദർശന, ഇതിഹാസ, പുരാണ സാഹിത്യാദികളെല്ലാം പഠിച്ച് അതിനെ അധികരിച്ച് പുതിയ പുതിയ വ്യാഖ്യാനങ്ങളും കെട്ടുകഥകളും ഒക്കെ വേണ്ടുവോളം അവർ ഉണ്ടാക്കി. അങ്ങനെ കെട്ടിച്ചമച്ച് പല കഥകളും നമ്മുടെ മേൽ അടിച്ചേൽപ്പിച്ചു. അതിൻ്റെയൊക്കെ ഫലമായിട്ട് അവർ രചിക്കപ്പെട്ട അവർ ചില കാര്യങ്ങൾ ചെയ്തു. അതായത് ക്രിസ്തുവും അള്ളാഹുവും ഒക്കെ വേദത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് വരുത്തുവാൻ വേണ്ടി പല കൃതികളും രചിച്ചു. അള്ളോപനിഷത്ത്, ക്രിസ്തു പുരാണം എന്നൊക്കെ പറഞ്ഞ് അവർ പ്രചരിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ചില കെട്ടുകഥകളൊക്കെ ഒക്കെ. ഇതിൻ്റെയൊക്കെ ഉൽപ്പന്നങ്ങളാണ് ഈ ചില പുരോഹിതന്മാരെന്ന് മാത്രമല്ല ചില പാസ്റ്റർമാരും ഒക്കെ. ഞാൻ അവരുടെ പേരൊന്നും പറയുന്നില്ല. അത് മാത്രമല്ല, അവർ കോടാനുകോടി രൂപ ഇന്ത്യയിലേക്ക് ഒഴുക്കുവാൻ തുടങ്ങി മതപരിവർത്തനത്തിന് വേണ്ടി. കോടാനുകോടി പണമാണ് ഇക്കോട്ട മതപരിവർത്തനത്തിന് വേണ്ടി ഇന്ത്യയിലേക്ക് ഒഴുക്കുന്നത്. നിയതിയുടെ ഒരു നീതി, അതായത് നിയതിയുടെ ഒരു കളി നോക്കണേ. പണ്ട് ഈ നാടിനെ കൊള്ള ചെയ്ത് കൊണ്ടുപോയ സമ്പത്തല്ലേ ഇതിൽ കൂടി ഇപ്പോൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. ദാർശനികമായ സത്യം, അതായത് വേദാന്ത സത്യം, അദ്വൈത സത്യം തന്നെയാണ് ഇന്നത്തെ ആധുനിക ശാസ്ത്രത്തിനും പറയുവാനുള്ളത്. അത് അവർ തിരിച്ചറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം ധാരാളം തിരിച്ചു വരുന്ന ആൾക്കാരും പഠിച്ച ആൾക്കാർ പലരും തിരിച്ചു വന്നുകൊണ്ടേയിരിക്കുന്നു. ഈ അവസരത്തിൽ രസകരമായ ഒരു ചരിത്രം പറയാം. കട്ടക്കയം എന്ന അപരനാമധേയത്തിൽ അറിയപ്പെടുന്ന ഒരു കവി ഉണ്ടായിരുന്നു. കട്ടക്കയം ചെറിയാൻ മാപ്പിള എന്നോ മറ്റോ ആയിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം സംസ്കൃതത്തിൽ ക്രിസ്തു ചരിത്രം എഴുതി. അങ്ങനെ ക്രിസ്തു ചരിത്രം എഴുതിയപ്പോഴേ ഈ മനോരമയുടെ ഭാഷാപോഷണി എന്ന മാസികയിലെ കട്ടക്കയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഒരു കവിത, ഒരു സമസ്യ എഴുതി. ആ സമസ്യ ആദ്യത്തെ വരിയില്ല, രണ്ടാമത്തെ വരിയില്ല, മൂന്നാമത്തെ വരി, നാലാമത്തെ വരി കട്ടക്കയം ക്രൈസ്തവ കാളിദാസൻ എന്നാണ്. അപ്പൊ മറ്റു 3 വരികള് ശ്രോതാക്കള് അല്ലെങ്കിൽ വായനക്കാര് എഴുതണം. അപ്പം ഈ ക്രൈസ്തവ കാളിദാസനോട് ചോദിച്ച ക്രിസ്തു കാളിദാസനെ ഒരു ഹിന്ദു കവിയായിട്ട് ചിത്രീകരിച്ചതും കാളിദാസനോട് കട്ടക്കയത്തെ ഉപമിച്ചതുമൊന്നും ഒരു സരസനായ ഒരു ഏതോ പണ്ഡിതന് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം ആ സമസ്യാപൂരണം ഇങ്ങനെ എഴുതി: പൊട്ടക്കുളത്തിൽ പുളവൻ ഫണീന്ദ്രൻ, തട്ടിൻ പുറത്താകു മൃഗപ്രവീരൻ, കാട്ടാളരിൽ കാപ്പിരികാമദേവൻ, കട്ടക്കയം ക്രൈസ്തവ കാളിദാസൻ. പൊട്ടക്കുളത്തിൽ പുളവൻ ഫണീന്ദ്രൻ, പൊട്ടക്കുളത്തിലെ സർപ്പരാജാവ് പുളവനാണ്. തട്ടിൻ പുറത്താകു മൃഗപ്രവീരൻ, തട്ടിൻപുറത്തെ മൃഗരാജൻ എലിയാണ്, ആകു. കാട്ടാളരിൽ കാപ്പിരി കാമദേവൻ, കാമദേവൻ കാട്ടാളരിൽ കാപ്പിരിയാണ്. അതുപോലെ കട്ടക്കയവും ക്രൈസ്തവ കാളിദാസനാണ് എന്ന് അദ്ദേഹം പൂരിപ്പിച്ചയച്ചു. ഇസ്ലാം മതത്തെ കുറിച്ചും മറ്റും കാവിക്കുപ്പായപ്പെട്ട ചില ആൾക്കാർ പറയുന്നത് കേട്ടാൽ ഇന്ന് നാം ഞെട്ടിപ്പോകും. ഇന്ന് ഇസ്ലാം മതത്തെക്കുറിച്ച് വളരെ വ്യക്തമായ ധാരണ ജനങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിന് മുഖ്യ കാരണക്കാർ ഇന്നത്തെ സോഷ്യൽ മീഡിയയും ഇസ്ലാം മതം ഉപേക്ഷിച്ച ചില ആളുകളാണല്ലോ. നാഴികയ്ക്ക് 40 വട്ടം ഇസ്ലാം സമാധാന മതം എന്ന് പറയുന്ന ആൾക്കാർ നമുക്കറിയാമല്ലോ. ഒരു 10 വയസ്സുള്ള കുട്ടിയെ തോളിൽ വെച്ചുകൊണ്ട് പറഞ്ഞത് അവരും പലരും കരുതിക്കൂ. അതായത് നിന്നെ എല്ലാം ശവമടക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഈ കാര്യങ്ങൾ. അവരും പലരും കരുതിക്കൂ, കുന്തിരിക്കവും കരുതിക്കൂ എന്ന്. അതുകൊണ്ട് നിങ്ങളുടെ കാലന്മാർ വരുന്നുണ്ട് എന്ന് പറഞ്ഞത് ഇതേ സമാധാന മതക്കാരാണ്. എന്നിരുന്നാലും എല്ലാം മറന്ന് മറ്റുള്ളവരെ സൂചിപ്പിക്കുവാൻ വേണ്ടി എന്തും ചെയ്യുന്ന ഒരു സമൂഹമായി ഹിന്ദു മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് സത്യം. ഈ വക കാര്യങ്ങൾ നേരിടുന്നതിന് എനിക്കൊരു പദ്ധതിയുണ്ട്.
ആ പദ്ധതിയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഓരോ ഗ്രാമത്തിലും ഓരോ വിദ്യാഭ്യാസ സ്ഥാപനത്തിലും, അതായത് ഒരു 8 മുതൽ മേലോട്ടുള്ള കുട്ടികളുടെയോ യുവാക്കളുടെയോ കോളേജിലുള്ള വിദ്യാർത്ഥികളുടെ ഒരു 5 പേരടങ്ങുന്ന ഗ്രൂപ്പ്, 5-10 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അവരെ അദ്വൈതം പഠിപ്പിക്കുക. ശാസ്ത്രീയമായിട്ടുള്ള അദ്വൈതം തന്നെ പഠിപ്പിക്കണം. ശാസ്ത്ര നിരീക്ഷണം, സ്റ്റീഫൻ ഹോക്കിങ്ങോ അതുപോലുള്ള പല സയന്റിഫിക് ആൾക്കാരുടെയും വചനങ്ങൾ ഒക്കെ യൂട്യൂബിലൊക്കെ കിട്ടും. അതൊക്കെ എടുത്ത് പുസ്തകങ്ങളിലൊക്കെ കിട്ടും. അതൊക്കെ എടുത്ത് ഉപയോഗിച്ച് യൂണിവേഴ്സിന്റെ നക്ഷൻ അതിൽ ഒന്നാണ്. അത് സ്റ്റീഫൻ ഹോക്കിങ്ങിലാണ്. അത് പ്രചരിപ്പിച്ച് അത് വെച്ചുകൊണ്ട് പഠിപ്പിക്കണം. അതുപോലെ ക്രിസ്തുമതവും സെമിറ്റിക് മതങ്ങളുടെ ഖുർആനും ബൈബിളും ഒക്കെ വെച്ചുകൊണ്ട് തന്നെ അതിലെ വാക്യങ്ങളും കൃത്യമായി ഉദ്ധരിച്ചുകൊണ്ട് തന്നെ 1.5 മണിക്കൂർ കൊണ്ടത് പൊളിച്ചെഴുതുവാൻ നമുക്ക് ഒരു പ്രയാസവുമില്ല എന്നുള്ളതാണ്. അത് നമ്മുടെ ആൾക്കാരെ പഠിപ്പിക്കണം. പഠിപ്പിച്ചിട്ട് വരെ മതപരിവർത്തനത്തിന് വേണ്ടി, മതപ്രസംഗത്തിന് വേണ്ടി ഒന്നും അയക്കേണ്ട ആവശ്യമില്ല. അവരവരുടെ ഫീൽഡിൽ പ്രവർത്തിക്കുമ്പോൾ, സ്കൂളിൽ പോകുമ്പോൾ അവരുമായിട്ട് സംവദിക്കുന്നതിന് കുട്ടികൾ വരും. ഉത്സാഹികളായ ക്രിസ്ത്യാനികളും മറ്റും മതം പ്രചരിപ്പിക്കാൻ വരും. അതുപോലെ യാത്രാവേളകളിലും ട്രെയിനിലും മറ്റും യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ വരുന്ന ആൾക്കാർ ധാരാളമാണ്. അവരുടെ മുമ്പിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. അങ്ങനെ അവരെ നിരായുധരാക്കണം. അവരെ മതം മാറണമെന്നൊന്നും ഞാൻ പെട്ടെന്ന് പറയുന്നില്ല. പക്ഷെ അവർ ഇതേ ചോദ്യങ്ങൾ കൊണ്ട് അവരുടെ പാസ്റ്റർമാരെയും കർത്തനാരെയും ആരെയൊക്കെ ചോദ്യശരങ്ങൾ കൊണ്ട് ഉത്തരം മുട്ടിക്കും. അങ്ങനെ അവരിൽ ഒരു അപകർഷതാബോധം, ക്രിസ്ത്യാനിയാണെന്ന് പറയുവാൻ തന്നെ ഒരു അപകർഷതാബോധം, ഇസ്ലാമാണെന്ന് പറയുവാനുള്ള അപകർഷതാബോധം ഉണ്ടാകും. അതേസമയം ശാസ്ത്രീയ ദർശനമായ ഞാനൊരു അദ്വൈതിയാണെന്ന് പറയുവാൻ ഓരോ ഹിന്ദുവിനും അഭിമാനപുരസം പറയാൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷം ഈ നാട്ടിലുണ്ടാകണം. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴത്തെ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞാൽ, ഈ അദ്വൈതം ഏറ്റവും ലളിതമായി നാടൻ ഭാഷയിൽ പറഞ്ഞിരിക്കുന്ന ഒരു ശ്ലോകമുണ്ട്, ഒരു കവിതയുണ്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെ ദൈവദശകമാണത്. അത് പഠിച്ചാൽ തന്നെ മാത്രം മതി നമുക്ക് പഠിക്കാൻ. പഠിച്ചിട്ട് നമ്മൾ ഇതൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ സാക്ഷാത്കാരത്തിന് വേണ്ടി ഒത്തിരി വേറെ പരിശ്രമമുണ്ട്. ഡ്രൈവിംഗ് സ്കൂളിൽ നമ്മൾ പോകുന്ന സമയത്ത് തിയറി ആദ്യം തന്നെ പഠിക്കും. തിയറി പഠിച്ചിട്ട് നമുക്ക് തിയറി കാണാപ്പാടെ നമുക്കറിയാം. പഠിച്ചിട്ട് വണ്ടി ഓടിക്കാൻ പറ്റിയത്. അതിന് പ്രാക്ടീസ് വേണം, അതിന് സാധന വേണം, അത് ഓടിച്ച് തന്നെ പഠിക്കണം. നമുക്ക് അത് തൽക്കാലം വേണ്ട. നമുക്കിപ്പോൾ മോക്ഷം കിട്ടണ്ടാന്ന്, നമുക്കിവിടെ ജീവിക്കണം, അഭിമാനത്തോടും സന്തോഷത്തോടും ജീവിക്കണം. അത് മോക്ഷം നമുക്ക് അങ്ങനെ ഒരു സ്ഥിതിവിശേഷം വരുമ്പോൾ നമുക്ക് നോക്കാം, ആ സാധനയും കാര്യങ്ങളൊക്കെ നോക്കാം. പക്ഷേ ഇന്നത്തെ ആവശ്യം ഇതാണ്. അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇവിടെ നിർത്തിട്ട് അദ്വൈതത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ കാര്യങ്ങൾ അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ പറയാം എന്ന് ഉദ്ദേശിക്കുന്നു. നമസ്കാരം.